തെറ്റിപ്പോയ വയസ്സിന്റെ പ്രായം 19. സോഷ്യൽ മീഡിയ അന്ന് അത്രമേൽ ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഇല്ല. ടെലഗ്രാമിന്റെ ചാനലുകളിലൂടെയും മെയിലിന്റെ ചാനലുകളിലൂടെയും നിങ്ങൾക്കറിയുമോ മാതാപിതാക്കളെ, ഇന്ന് നിങ്ങൾ വാങ്ങിക്കൊടുത്ത മൊബൈലുമായി മക്കൾ ഇരിക്കുമ്പോൾ വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം. ടെലഗ്രാമിലും ട്വിറ്ററിലുമുള്ള ചാനലുകൾ ചെറുതല്ല എന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ ടെലഗ്രാമിൽ ചില ചാനലുകളുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്താൽ ആദ്യം ഏത് ജില്ലയാണെന്ന് ചോദിക്കും. ഏത് സംസ്ഥാനം, ഏത് ജില്ല, ആ ജില്ലയിലേക്ക് റൂട്ട് ചെയ്യും. തെറ്റിന്റെ ഏറ്റവും വലിയ ലോകം ഒരു വിരൽ തുമ്പിൽ കിട്ടുന്ന കാലഘട്ടം. ആ ജില്ലയിൽ അന്ന് രാവിലെ 7 മണിക്ക് തെറ്റിന്റെ മഹാസാമ്രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്ന വനിതകളുടെ നമ്പരെല്ലാം ആ ചാനൽ വരും. ഒരൊറ്റ ഫോൺ കോളിൽ അവർക്ക് വേണ്ടുന്നതെല്ലാം ലഭിക്കും. അതിൽ ആൺവിദ്യാർത്ഥികളുണ്ട്, പെൺമക്കളുണ്ട് എന്ന് നന്നായി മനസ്സിലാക്കുക. അങ്ങനെ 19ാമത്തെ വയസ്സിൽ ആദ്യമായി ബാല്യകാലം തെറ്റിപ്പോയി. 20ലും 21ലും നന്നായി തെറ്റി. 23 ജോലി കിട്ടി. 26 വയസ്സെത്തിയപ്പം നന്നേ തെറ്റിപ്പോയി. പക്ഷെ ആ തെറ്റിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടിയിട്ട് 26ാമത്തെ വയസ്സിൽ അവൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ ഏതോ ഒരു കൗൺസിലിങ്ങിന് പോയി. കൗൺസിലറുടെ എക്സ്പേർട്ട് നിർദ്ദേശപ്രകാരം എല്ലാ ആപ്പുകളും അൺഇൻസ്റ്റാൾ ചെയ്തു. എല്ലാ ആപ്പുകളും അൺഇൻസ്റ്റാൾ ചെയ്തു. നമ്പർ മാറി, പക്ഷെ ഗൂഗിൾ പേ നമ്പർ മാത്രം മാറിയില്ല. ഇവനെ അന്വേഷിച്ച് പൈസ അയക്കുന്ന ഗൂഗിൾ പേയിൽ ആൾക്കാർ ആ നമ്പറിൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ ഒരു 6 മാസത്തിന് ശേഷം ചെറുങ്ങനെ ഭാര്യയുമായി ഒരു വാക്ക് തർക്കം വന്നു. ചങ്ങായി നേരെ വയനാട് പോയി നിൽക്കുമ്പോ തന്റെ ഗൂഗിൾ പേയിൽ കിട്ടിയ ഒരു മെസ്സേജ്, കോണ്ടാക്ട് മീ ഇൻ ദിസ് നമ്പർ. വിളിച്ചു നോക്കുമ്പോ പഴയ ഒരു കൂട്ടുകാരി, താനുമായി എണ്ണമറ്റ രീതിയിൽ തെറ്റിപ്പോയ, ജീവിതം മുഴുവൻ പാളം തെറ്റിപ്പോയ പഴയ കൂട്ടുകാരി വിളിക്കുന്നു. പിന്നെയും ആഴ്ചകളുമായി അവനുമായി സമ്പർക്കം. ശേഷം കഴിഞ്ഞു. വെയിറ്റ് ലോസ് വരാൻ തുടങ്ങി. വെയിറ്റ് നന്നായി കുറയുന്നു. ജലദോഷം അത് മാറുന്നില്ല. വെയിറ്റ് നന്നായി കുറയുന്നു. വിട്ടുമാറാത്ത ജലദോഷം കാരണം ഇവൻ ഡോക്ടറെ അടുക്കൽ പോയി. തൊട്ടടുത്ത ക്ലിനിക്കിലാണ് പോയത്. അദ്ദേഹം ജലദോഷത്തിന് വേണ്ടി എന്തോ കൊടുത്തു. പക്ഷെ ജലദോഷം മാറുന്നില്ല. വെയിറ്റ് 83 കിലോ ഉണ്ടായിരുന്ന, കാണാൻ സുമുഖനായിരുന്ന ഞാൻ അവനെ കാണുമ്പോൾ അവന്റെ വെയിറ്റ് 51. 83 അവന്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ നെട്ടിപ്പോയി. 83 to 51, 32 കിലോ പെട്ടെന്ന് ഗണ്യമായി കുറഞ്ഞു. അങ്ങനെ ഒരു എക്സ്പേർട്ട് ഡോക്ടറെ ചെന്ന് കാണുകയും വൈറോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അവനെ ഫോർവേഡ് ചെയ്യുകയും ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട്സിൽ HIV പോസിറ്റീവ് ആണ്. HIV പോസിറ്റീവ് ആണ്. ഈ യുവാവിന് എയ്ഡ്സ് പിടിക്കപ്പെട്ടു. മനസ്സിലാക്കണം, ഞാൻ ഈ പറയുന്നത് അമേരിക്കയിലല്ല. നമ്മൾ ഇവിടെ നിന്നും കുറച്ചകലെ, എറണാകുളം കുറച്ചകലെ. എന്നിട്ട് അതിന്റെ ഏറ്റവും വേഴ്സ്റ്റ് അവസ്ഥ എന്തെന്നറിയോ? യാതൊന്നും അറിയാത്ത, ഒരു തെറ്റും അറിയാത്ത പാവം അവന്റെ ഇണയും ഇപ്പൊ HIV പോസിറ്റീവാണ്. മകനും ആ മകളും ഒരുമിച്ചാണ് കൗൺസിലിങ്ങിന് വേണ്ടി വന്നത്. 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അവർ. പക്ഷെ 3 പ്രാവശ്യവും പരാജയപ്പെട്ടു പോയി. ജീവിക്കണമെങ്കിൽ ഇനി അവർ എന്തിന് ജീവിക്കണം? ഈ അടുത്തൊരു വാർത്ത ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരിലും എത്തിയിരിക്കും. മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത 9 HIV പോസിറ്റീവ് കേസ്. 9 പേരും ലൈംഗികതയിലൂടെ അല്ല HIV പിടിപ്പെട്ടത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിലൂടെയാണ് അവർക്ക് HIV പോസിറ്റീവ് വന്നത്. ഒരു HIV പോസിറ്റീവ് ആയ ഒരാളുടെ ഇഞ്ചക്ഷൻ എടുത്ത സിറിഞ്ചിന്റെ നീഡിൽ കൊണ്ടിട്ട് അവരുപയോഗിച്ച മയക്കുമരുന്ന് തന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്തത് വഴി 9 പേർക്ക്, ആ 9 പേരുടെയും പ്രായം 27 വയസ്സിൽ താഴെ. ഈ 27 വയസ്സിനകത്ത് എത്ര പേരുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ പനി പോലെ പടർന്നു പിടിക്കുകയാണ് HIV. പനി പോലെ പടരുകയാണ്. ടെസ്റ്റ് ചെയ്യുന്ന 100 പേരിൽ 11 പേർ പോസിറ്റീവ് ആണ് നമ്മുടെ കേരളത്തിൽ. ലൈംഗികത മാത്രമല്ല,
തെറ്റായ ലൈംഗികതയല്ല കാരണം, മറിച്ച് മദ്യവും ലഹരിയും. അതുകൊണ്ട് ഈ പ്രായത്തിൽ മക്കളെ രക്ഷപ്പെടുത്തണം. എങ്കിൽ വാപ്പാടെയും ഉമ്മാടെയും നോ ശക്തമാകും. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു സൈക്കോളജി ഉമ്മമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരട്ടാ. ശ്രദ്ധിച്ച് കേൾക്കോ? ശരി. എല്ലാ ഉമ്മമാർക്കും ഈ കസേര കാണാൻ കഴിയുന്നുണ്ടോ? ഒരു കസേര, വേറൊന്നുമില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മമാരെ, നിങ്ങൾ ഒരു ഉത്തരം പറയണം. നിങ്ങൾ എല്ലാ ഉമ്മമാര്, ഉപ്പമാര്, ഉപ്പിച്ചമാര്, ഉമ്മിച്ചമാര്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഈ സീറ്റിൽ ഇരുത്തണം. ഇരുത്തിയാ? കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റാ ചെയ്യണം, എങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് മനസ്സിലാവും. കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്. ഈ കസേര കാണാൻ കഴിയുന്നുണ്ട്. ഈ കസേരയിൽ നിങ്ങളുടെ മക്കൾ ഇരിപ്പുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി. മക്കള് സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന, അതെങ്ങനെ ഇരിക്കുന്ന? ഒന്നും പറയണ്ട സാർ, അതോ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കണ്ടേ സാർ? ശരി. നിങ്ങളൊരു മകളെയാണ് ഇവിടെ ഇരുത്തിയതെന്ന് ഇരിക്കട്ടെ. ഒരു മകൾ, പ്രായം 9 ഇരിക്കട്ടെ. ഉമ്മമാര് നല്ലോണം ശ്രദ്ധിക്കണം, ഉപ്പമാര് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം. ഞാൻ 100% തെറ്റായ ചിന്ത, തെറ്റായ പ്രവൃത്തി, 100% തെറ്റായ ഒരു ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാന് നിങ്ങളുടെ മകളുടെ അടുത്ത് വന്നു. നിങ്ങളില്ലാതെ നിങ്ങളുടെ മകൾ ഒറ്റയ്ക്കാകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഉത്തരം പറയാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. അപ്പോ ആരുമില്ല, മോൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഞാനോ 100% തെറ്റായ ചിന്ത, തെറ്റായ പ്രവൃത്തി. ഞാനിങ്ങനെ വന്നു, മോളെ നോക്കി. എന്നിലെ മൃഗീയത മുഴുവൻ വളർന്നു പന്തലിച്ചു. പാവം, ഏറ്റവും മികച്ച ബാല്യം, ഒരംശം പോലും കളങ്കമില്ലാത്ത ആ കുട്ടി എന്നെ നോക്കി ചിരിച്ചു. എന്നിലുള്ളിലെ മൃഗമാണ് നിൽക്കുന്നത്. മൃഗത്തിന് എവിടെ ചിരി? ഞാൻ അറിയാഞ്ഞുകൊണ്ട് എൻ്റെ മുഴുവൻ മൃഗീയതയ്ക്കും ഏറ്റവും വലിയ കടിഞ്ഞാൻ തുറന്നു വിട്ടുകൊണ്ട് ഞാൻ ആ മോളുടെ തോളിലൊന്ന് കൈവച്ചു. സഹിക്കോ? സഹിക്കാൻ കെൽപ്പുള്ള ഏതെങ്കിലും ഉമ്മമാരുണ്ടാ? ഇല്ല. ആ കൈ ഞാൻ കുറച്ചുകൂടെ അകത്തേക്ക് കൊണ്ടുപോയി. സഹിക്കോ? ഇനി മനസ്സിലാക്കണം, സൈക്കോളജി നന്നായി പറഞ്ഞുതരാണ്. ഞാൻ ഈ മകളുടെ തോളിൽ കൈവച്ച സ്പോട്ടില് മകളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവും. മകളുടെ ബ്രെയിൻ കമ്പയർ ചെയ്യും. ഇതാണ് മകളുടെ ബ്രെയിൻ. ഉടൻ തന്നെ സ്പോട്ട്, വിത്തിൻ എ മില്യൺത്ത് ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിന്റെ മില്യൺത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കൈയടിക്കുന്ന സമയം പോലും വേണ്ട, അതിനുള്ളിൽ അവളുടെ ബ്രെയിൻ പ്രവർത്തിക്കും. വെച്ചത് ആണിന്റെ കൈയാണോ പെണ്ണിന്റെ കൈയാണോ? ആണിന്റെ കൈ. ഉടൻ തന്നെ ഈ മകളുടെ ബ്രെയിൻ മകളുടെ ഉപ്പാട സ്പർശനവുമായി താരതമ്യം ചെയ്യും. ഉടനെ മകളുടെ ബ്രെയിൻ പറയും, ഇല്ല, എന്റെ ഉപ്പ എന്നെ കുളിപ്പിച്ചിട്ടുണ്ട്, എന്റെ ഉപ്പ എന്നെ അടുത്ത് കിടത്തിയിട്ടുണ്ട്, എന്റെ ഉപ്പ എനിക്ക് വസ്ത്രം മാറി തന്നിട്ടുണ്ട്, എന്റെ ഉപ്പ എനിക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു സ്പർശനം എന്റെ ഉപ്പ എന്നെ തൊട്ടിട്ടില്ല. ഇദ്ദേഹം തൊട്ടിരിക്കുന്നത് തെറ്റായ സ്പർശനമാണെന്ന് കുട്ടി അറിയും. എന്നെ തുറിച്ചു നോക്കും, ആ കൈയെടുത്ത് എറിയും, കുട്ടി ഓടിപ്പോകും. ഇത്തിരി കൂടെ നന്നായി വളർത്തിയ കുട്ടിയാണ് എങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്ത് എന്നെ എറിഞ്ഞിട്ടാ മോളോട്. സിനാരിയോ നമ്പർ 1. ഇത് ഏതാണ്? ഒരു വീട്ടിലെ കാര്യം. ഇനി രണ്ടാമത്തെ വീട്. ഞാൻ ചെന്നു, കൈ ഇങ്ങനെ വെച്ചു. ഉടനെ ബ്രെയിൻ ആക്ടിവേറ്റ് ആയി. കമ്പയർ ചെയ്യാൻ ഉപ്പയുടെ കൈയെ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഉപ്പയുടെ കൈ മോളുടെ ബ്രെയിനിൽ ഇല്ല. കാരണം
ജനിച്ചത് മകളാണെന്ന് തിരിച്ചറിഞ്ഞു. 20 വർഷം കഴിയുമ്പോൾ മകളെ കെട്ടിക്കണം. 100 പവനും കയ്യിൽ കാശും കാറുമൊക്കെ കൊടുക്കണം. അള്ളാഹുവിന്റെ വചനം, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ഉമ്മയ്ക്കും ഒരു ഉപ്പയ്ക്കും ബേജാറ് വേണ്ട. ആ അള്ളാഹുവിന്റെ വചനത്തിനെ മാറ്റി നിർത്തിയിട്ട് പൈശാചിന്റെ ദുർബോധനത്തിനെ തുടർന്ന് ആ ഉപ്പ രാവിലെ 6 മണിക്ക് എണീറ്റ് പോകാൻ തുടങ്ങി. എവിടെ? ജോലിക്ക്. കാരണം മോളെ കെട്ടിക്കണം, സേവിങ്സ് വേണം. രാത്രി 10:30 വന്നു, മോൾ ഉറങ്ങിപ്പോയി. മോളെ ഒന്ന് തൊട്ടിട്ടില്ല, മോളെ ഒന്ന് തലോടിയിട്ടില്ല, മോളെ ഒന്ന് കുളിപ്പിച്ചിട്ടില്ല, മോൾക്കൊന്നും ഉടുപ്പിട്ടിട്ടില്ല. മോളുടെ ശൈശവത്തിൽ ഈ ഉപ്പ ടച്ച് എന്ന ഏറ്റവും വലിയ ഫീലിംഗ് അത് കൊടുത്തിട്ടേയില്ല. കമ്പയർ ചെയ്യാൻ ആ ഒരു ഉപ്പയുടെ കൈ കിട്ടുവോ? ഇല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ മകളുടെ സെറിബെല്ലം, സീറ്റ് ഓഫ് സെക്സ്വൽ ഇന്റലിജൻസ്, അത് പെട്ടെന്ന് തന്നെ പ്രചോദനപ്പെടും. ഒന്നും അറിഞ്ഞുകൂടാത്ത ആ ബാല്യം അങ്ങനെ ഇരുന്നു കൊടുക്കും. സഹിക്കോ? നിങ്ങൾക്ക് സഹിക്കോ? അപ്പൊ എന്റെ ചോദ്യം ഉമ്മമാരോട് ഇതാണ്: മക്കൾ ഇറങ്ങി ഓടണോ, ഇരുന്നു കൊടുക്കണോ? പറയും. ഇറങ്ങി ഓടണം എങ്കിൽ എന്ത് വേണം? ഏറ്റവും നല്ല പാരന്റിങ് വേണം. ഈ മക്കൾക്ക് ഏറ്റവും നല്ല സ്പർശനം നിങ്ങൾ കൊടുത്തിരിക്കണം. അതാണ് എന്റെ 5ാമത്തെ കാര്യം. 6ാമത്തത് നിങ്ങളുടെ നോ സജീവമായിരിക്കണം. 5ാമത് നിങ്ങളുടെ സ്പർശനം, ദ മാജിക്കൽ സെൻസേഷൻ ഓഫ് ടച്ച്, തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ കൊടുക്കണം. തയ്യാറാണോ? അല്ലാഹുവേ, ഉമ്മമാരെ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് നന്നായി തയ്യാറാവിൻ, ഊർജ്ജസ്വലരായി തയ്യാറാവിൻ. ഈ മക്കൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ ഏറ്റവും നല്ല 4 ടിപ്പുകൾ കൂടി പറഞ്ഞു തരാം. മക്കള് ചായ കുടിക്കും, സംസാരിക്കാതെ ചായ കുടിക്കും. ചായ കുടിച്ച് ഉഷാറായി കഴിഞ്ഞാൽ സാറ് താഴെ വരും. നമുക്ക് എന്ത് കേൾക്കാം? നമുക്ക് രഹസ്യമായ 5 എക്സസൈസസ് ആണ് സാറ് പറഞ്ഞുതരാന്ന് പറഞ്ഞത്. 1 നമ്മൾ പഠിച്ചു. എത്രയാ പഠിച്ചേ? 1ആണോ 2ആണോ? 1 ബാക്കി 4 നമുക്ക് പഠിക്കാം. പെട്ടെന്ന് ചായ കുടിച്ചോ. മീൻ വൈൽ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കിൻ. 4ാമത്തെ കാര്യം മക്കൾക്ക് കൊടുക്കേണ്ടത് പരിഗണനയാണ്. ഏറ്റവും നല്ല പരിഗണന മക്കൾക്ക് തീർച്ചയായും നമ്മൾ കൊടുത്തിരിക്കണം. നാലാമത്തെ കാര്യം ഓർമ്മണ്ട? പരിഗണന. എന്താണ് പരിഗണന? ആദരവായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മക്കളെ സലാത്ത് പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. പ്രവാചകന്റെ മദീനയിൽ, പ്രവാചകന്റെ ആ മദീനയുടെ പള്ളിയെ വൃത്തിയായി സൂക്ഷിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. നന്നായി വൃത്തിയായി അടിച്ചു വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്ന ഒരു സ്ത്രീയെ പ്രവാചകർ കാണുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ കണ്ടില്ല. സഹാബാക്കൾ എല്ലാവരും എത്തിച്ചേർന്നപ്പോ പ്രവാചകർ ചോദിച്ചു, സഹാബ,
സഹാബ, നമ്മുടെ മസ്ജിദ് വളരെ വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ പോയി? സഹാബാക്കൾ ഇങ്ങനെ മുഖം താഴ്ത്തിക്കൊണ്ട് പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ, അവർ ഈ അടുത്ത് മരണപ്പെട്ടു പോയി. പ്രവാചകന്റെ മുഖം ഇങ്ങനെ ചൊവ്ക്കുമാറ്, അതിങ്ങനെ പ്യോർ റെഡിഷ് ആകുമാറ് പ്രവാചകർ സഹാബാക്കളോട് ചോദിച്ചു, സഹാബ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? സഹാബത്ത് പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ, ഒരു സാധാരണ ഒരു തൂപ്പുകാരി, അവരുടെ അന്ത്യം അങ്ങയെ അറിയിക്കണമെന്ന് അത്രമേലൊരു പ്രാധാന്യം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പാതിരാ നേരത്തായിരുന്നു അന്ത്യം. അങ്ങയുടെ ഉറക്കിന് തീരെ കോട്ടം വരുത്തണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങളത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കരുണയുടെ കടലായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ ഖബർസ്ഥാനിലേക്ക് പോവുകയും അവർക്കു വേണ്ടി അവർ ഏറ്റവും നല്ല രീതിയിൽ അവർക്കു വേണ്ടി പ്രവാചകൻ ദുആ ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രം. ഉമ്മമാരെ, ഉപ്പമാരെ, വീട് വൃത്തിയാക്കുന്ന ഒരു തൂപ്പുകാരിയുടെ കാര്യം പോലും ഏറ്റവും നന്നായി അന്വേഷിച്ച ഒരു പ്രവാചകനാണ് നമുക്ക് മാതൃകയെങ്കിൽ നമ്മുടെ മക്കളുടെ എല്ലാ അച്ചീവ്മെന്റ്സിനെയും നാം കാണണം. മക്കളുടെ എല്ലാ അച്ചീവ്മെന്റ്സിനെയും നമ്മൾ കാണണം. ഒരു പരീക്ഷയ്ക്ക് 10ൽ 9 മേടിച്ചാലും കൺഗ്രാജുലേറ്റ് ചെയ്യണം, 10ൽ 2 മേടിച്ചാലും കൺഗ്രാജുലേറ്റ് ചെയ്യണം. അവൻ ആ പരീക്ഷ പോയി എഴുതിയല്ലോ, ശേഷം ക്രിട്ടിസൈസ് ചെയ്യാം. രാവിലെ അവൻ എണീറ്റാൽ അവനൊരു കൺഗ്രാജുലേഷൻസ് കൊടുക്കണം. ഏറ്റവും നല്ല പരിഗണന മക്കൾക്ക് കൊടുക്കാൻ മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി മക്കളെ ഉണർത്തുകയാണ്.